ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ എല്ലാവർക്കും ചായക്ക് ഇന്ന് കടി? ഇവിടെ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്, അതുകൊണ്ട് കുറച്ചധികം തന്നെ വേണം. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പരത്തൽ തുടങ്ങി. അപ്പോൾ ഞാനും ഒപ്പം കൂടി. അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട് അല്ലും റിഗി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. തോരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ബോറടിച്ചിട്ടില്ല. കുറച്ച് പരത്തിയായതിന് ശേഷം അമ്മ അപ്പോൾ തടുപ്പത്ത് കത്തിച്ച് ചുടാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ ഇവിടെ പരത്തി. ഞാനും അമ്മയും പത്തിരീൻ്റെ കാര്യം നോക്കിയപ്പോൾ ഉണ്ണിമോള് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് വേഗം അത് ഉണ്ടാക്കാൻ തുടങ്ങി. പത്തിരി പരത്തലും കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എഴുന്നേറ്റ് വന്നു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് അവൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റി പല്ലിയപ്പിക്കലൊക്കെ കഴിച്ച് അല്ലുവിൻ്റെയും റിഗേൻ്റെയും കൂടെ കളിക്കാൻ പോയി. അപ്പോഴേക്കും അനു ചായ കുടിക്കാൻ വേണ്ടി വന്നു. അവൾക്കൊന്ന് കോഴിക്കോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിന് നേരത്തെ പോകണം. അപ്പോൾ അവൾ പത്തിരിയും ചായയും കുടിച്ചു പോയി. അമ്മ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടടുപ്പത്തും കത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേഗം കഴിഞ്ഞു. കുട്ടികൾ മൂന്നാളും കൂടെ പോയാണ്ട് അബീനെയും ഋതുവിനെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരെഴുന്നേറ്റ് വന്ന് പല്ലിയേക്കലൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ഉച്ചാമ്പഴേക്ക് വേണ്ടിയിട്ട് ചീരണ്ട് കതിരൊക്കെ വന്ന് നിൽക്കണം. അപ്പോൾ അത് വെട്ടിക്കളയണം. അപ്പം അതിൻ്റെ ഇലകൾ എടുക്കരുതി അത് പറിച്ചെടുത്തിട്ടുണ്ട്, അത് നന്നാക്കി എടുത്തു. പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയി. എല്ലാവരും കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എടുത്തു കൊടുത്തതിന് ശേഷം ഞാനും ഉണ്ണിമോളും ഇരുന്നു. അമ്മയ്ക്ക് ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കുളിക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇന്ന് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകണം. ഇനി 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ അച്ഛനും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നു. പത്തിരിയും പിന്നെന്താ ചായ കുടിക്കൽ കഴിഞ്ഞു. ചീരേൻ്റെ എല്ലാം നല്ലത് മാത്രം നോക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും മീൻ വന്നപ്പോൾ മീൻ വാങ്ങി. സൂതമീനാണ് വാങ്ങിയത്. അത് ക്ലീൻ ചെയ്തു. അതിന് ശേഷം മസാലയൊക്കെ പുരട്ടി വെച്ചു. പിന്നെ പത്തിരി ചുട്ട അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളം വെച്ചായിരുന്നു. ചോറായതിന് ശേഷം വേഗം അവിടെ ചീര താളിച്ചു. ഇനി മീൻ ഫ്രൈ ചെയ്യാണ്ട്, അത് ചോറുണ്ണാനൊക്കെ ആവുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇന്നത്തെ കൊച്ചു വിശേഷമായിട്ട് വന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.